കിഴക്കൻപാട്ട്, തെക്കൻപാട്ട്, പിന്നെ പ്രശസ്തമായ വടക്കൻപാട്ട്. വടക്കൻപാട്ടിനെ കുറിച്ച് കേട്ടിട്ടുള്ള നിങ്ങൾ വടക്കൻ കാറ്റിനെ കുറിച്ചും കേട്ടിട്ടുണ്ടാവും. അതായത് വടക്കൻ തെന്നൽ. പണ്ട് ഈ വടക്കൻ തെന്നൽ വാടകയ്ക്ക് ഒരു മുറിയെടുത്തു. എവിടെയാണെന്നറിയണ്ടേ? വാഗപ്പൂ മരം ചൂടുന്ന വാരിളം പൂങ്കുലയ്ക്കുള്ളിൽ. വാഗപ്പൂമരം ചൂടും വാരിളം പൂങ്കുലയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തെന്നൽ, പണ്ടൊരു വടക്കൻ തെന്നൽ. വാഗപ്പൂമരം ചൂടും വാരിളം പൂങ്കുലയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തെന്നൽ, പണ്ടൊരു വടക്കൻ തെന്നൽ. വാതിലിൽ വന്നെത്തി നോക്കിയ വസന്ത പഞ്ചമി പെണ്ണിൻ വളകിലുക്കം കേട്ടു കോരിത്തരിച്ചു നിന്നു തെന്നൽ, തരിച്ചു നിന്നു. വിരൽ ഞൊടിച്ചു വിളിച്ച നേരം വിരൽ കടിച്ചവളരികിൽ വന്നു. വിധുവദനയായി വിവശയായവളൊരുങ്ങി നിന്നു, നാണം തുളുങ്ങി നിന്നു. വാഗപ്പൂമരം ചൂടും വാരിളം പൂങ്കുലയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തെന്നൽ, പണ്ടൊരു വടക്കൻ തെന്നൽ. തരള ഹൃദയ വികാരലോലൻ തെന്നലവളുടെ ചൊടിമുകർന്നു. തണുവണി തളിർ ശയ്യയിൽ തനു തളർന്നു വീണു, തമ്മിൽ പുണർന്നു വീണു. പുലരി വന്നു വിളിച്ച നേരം അവനുണർന്നൊന്നവളെ നോക്കി. അവളടുത്തില്ല, അകലെയെങ്ങോ മറഞ്ഞു പോയി, തെന്നൽ പറന്നു പോയി. വാഗപ്പൂമരം ചൂടും വാരിളം പൂങ്കുലയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തെന്നൽ, പണ്ടൊരു വടക്കൻ തെന്നൽ. വാഗപ്പൂമരം ചൂടും വാരിളം പൂങ്കുലയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തെന്നൽ, പണ്ടൊരു